ഇപ്പൊ വിഷ്ണു ഇപ്പൊ ശരിക്കും സോഷ്യൽ മീഡിയയിലെ താരമാണ്. നിങ്ങളുടെ ഷൂട്ട് സമയത്ത് ഇത്രക്ക് താരം വേണ്ടില്ല. താരമല്ല, വിഷ്ണുവിനെ ആരും അറിയില്ല ശരിക്കും പറഞ്ഞ. പക്ഷെ ഞാനിപ്പോഴും വിഷ്ണുവിനെ ചീത്ത പറയും എപ്പോഴും. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നിൽക്കണോണ്ടാണ് ഇത്ര. വിഷ്ണുവിനെ വിളിക്കുമ്പോൾ ഞാൻ പറയും എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കണമെന്ന് പറയും. അപ്പൊ നമ്മുടെ സിനിമയിലെ വിഷ്ണു അല്ല നിങ്ങളിപ്പോൾ കാണുന്ന വിഷ്ണു. അന്ന് ആർട്ടിസ്റ്റായിട്ട് എന്താണ് ഫിലിം മറ്റേ ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച് ഇറങ്ങിയ വിഷ്ണു അഭിനയത്തിന്റെ പാഷൻ കൊണ്ട് എന്ത് വന്നാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൊടുത്തൊരു ക്യാരക്ടർ ഉണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതിനകത്ത് ചിരി ഉണ്ടാക്കുന്ന റോള് വിഷ്ണുവിൻ്റെ തന്നെയാണത്. അത് ഏത് സീനാണെന്ന് ഞാൻ പറയാനുള്ള, അത് സസ്പെൻസ് ആണ്, നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ മാറിയപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ്റെ പടം കഴിഞ്ഞിട്ട് ഞാൻ കുറേ സ്ഥലത്ത് ചെന്ന് നമുക്കൊന്നും ആരും തന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി തയ്യൽ മെഷീൻ ഇറങ്ങിയാലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇറങ്ങാനുള്ള ഡിലേ കൊണ്ട് വിഷ്ണു ഇത്തിരി ആൾക്കാരുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ അലൻ ജോസഫ് പെരേരയും അഭിലാഷ് ഷട്ടായും പിന്നെ ആറാട്ടൻ്റെ ഒക്കെ മുമ്പ് ബോഡി ഗാർഡ് അങ്ങനെയുള്ളൊരു കോമാളി വേഷം ചെയ്ത്. പക്ഷേ അതും ആൾക്കാർ അംഗീകരിച്ചൊരു കോമാളി വേഷമാണ് വിഷ്ണു ചെയ്തത്. നമ്മളതിൻ്റെ പേരിൽ ഇപ്പോഴും ചീത്ത പറയാറുണ്ട് വിഷ്ണുവിനെ. എന്നാലും അവനത് ആ വഴി അവൻ കണ്ടെത്തി. ഇപ്പൊ നമ്മളെക്കാട്ടാ കൂടുതൽ ഫേമസ് വിഷ്ണു കൊച്ചിക്കാരനാണ്. എന്താണ് ഇപ്പൊ വിഷ്ണുവിന്റെ അഭിപ്രായം എന്താ? ഇപ്പൊ പുള്ളി പറഞ്ഞ അതിന്റെ ഒരു വിയോജിപ്പ് ഞാൻ ഈ പുള്ളിയുടെ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളം അല്ലേ? ഇപ്പൊ 1.5 വർഷമാവും. പെട്ടെന്ന് ഇറങ്ങുന്നതിലാണ് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഡയറക്ടറുടെ അടുത്ത് പോയാലും ഒരു സ്ഥലത്ത് പോയാലും ഞാൻ സീരിയലിലൊക്കെ ഡയലോഗുള്ള വേഷം ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടില്ലേ. നമുക്കൊരു സിനിമ ഇപ്പൊ ഒരു ഡയറക്ടറുടെ അടുത്ത് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നീ എന്താ ചെയ്തത്, നീ വല്ല ചെയ്തിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പ്രൊഫൈൽ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വെച്ച് തയ്യൽ മെഷീൻ ഇറങ്ങുമ്പോൾ നമുക്ക് ഡയലോഗുള്ള വേഷമുള്ള ചെയ്തേക്കണം. അപ്പൊ അതിനകത്ത് സാറ് ചെയ്ത് ഈ പടം ഇറങ്ങുകയാണെങ്കിൽ അതൊക്കെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് കുറെ നാൾ എന്ത് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്ത പടം ഇറങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, നീട്ടി പോയത്. അങ്ങനെയാണ് അന്നും പെരേരയൊക്കെ ഞാനൊക്കെ ഒരുമിച്ച് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. അങ്ങനെയാണ് പെരേര ആർട്ടിന്റെ കീഴിലൂടെ കയറി വൈറലാവുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞാൽ ഏതായാലും നീ ഞങ്ങളുടെ കയറി, ഏതായാലും പടം ഇറങ്ങുമ്പോൾ നോക്കാം. ഇപ്പൊ ഇത്ര നാളായിട്ട് പടം ഇറങ്ങിയിട്ടില്ലല്ലോ. ഒരു 3-4 മാസം വരെ വെയിറ്റ് ചെയ്തായിരുന്നു. പടം ഇറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ ഇവരോട് അങ്ങോട്ട് കയറി. പിന്നെ അത് പെട്ടെന്ന് വൈറലായി പോയി. വൈറലായി ആളുകൾ അറിഞ്ഞു തുടങ്ങി. പക്ഷെ ഇവര് പറഞ്ഞൊരു വിയോജിപ്പുണ്ടല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? നമ്മളിപ്പോ 10 ഇപ്പൊ അറിയണത് ഇപ്പൊ അവര് കാരണം ശരിയല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു 20 സിനിമയിൽ അഭിനയിച്ചാലും പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. കുറെ പറഞ്ഞ് ഇന്ന റോള് ഇപ്പൊ ചേട്ടൻ ചോദിച്ച് പുലിവാഴി കല്യാണത്തിൽ ഇങ്ങനെ ചെയ്ത ആളല്ലേ മനസ്സിലായി. അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരാളെ കണ്ടാൽ മനസ്സിലാവില്ല. ഇതെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവരെ കൂടെ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ആളാണെന്ന് അറിയാം. ഈ ശരിക്കും പറഞ്ഞ സിനിമ അറിയില്ലെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു. സിനിമ ഇറങ്ങാൻ വൈകൊണ്ടിട്ടാണ് ഞാൻ ഇവരോട് കയറിയത് തന്നെ. പക്ഷെ ഈ പറഞ്ഞ വൈറലാണ്, ആളുകൾ അറിഞ്ഞു. പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അറട്ടന്റെ കൂടെയാലും പെരേരയുടെ കൂടെയാലൊക്കെ വരുമ്പോഴൊക്കെ ഭയങ്കര റീച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ കുറെ തെറിവിളി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്, ബാധിക്കുന്നുണ്ടോ അതൊക്കെ മാനസികമായിട്ട്? നമ്മളത് നോക്കാതിരിക്കുന്നതല്ല. കാരണം നോക്കിക്കഴിഞ്ഞിട്ടുള്ള മനസ്സിലോട്ട് ഇറങ്ങും. കാരണം നമ്മുടെ സ്വപ്നം എന്നുള്ള സിനിമയാണ്. അതിനകത്ത് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇവരുടെ കയറി നമ്മളെ ഇങ്ങനെ ആയി പോയത്. നേരിട്ട് കാണുമ്പോഴും ആളുകൾ ഇപ്പൊ ഈ പറഞ്ഞ സുഹൃത്തുക്കളല്ലാതെ നേരിട്ട് ആൾക്കാർ ഫോട്ടോ എടുത്ത് പോകാറുണ്ട്. എന്റെ അടുത്ത് നേരിട്ട് കാണുമ്പോൾ ആരൊന്നും പറയാറില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ തെറിവിളി നേരിട്ടില്ല. നേരത്തെ എന്റെ അടുത്ത് അങ്ങനെ ആരും നമുക്ക് കളിക്കാറില്ല. അങ്ങനെയാണ് ആൾക്കാരുടെ ഒരു രീതി തോന്നുന്നത്. അത് ഞാൻ ഇന്നലെ ഫോറം മാളില് നമ്മുടെ സ്റ്റാൻഡിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളൊന്ന് പോയി നോക്കണമല്ലോ എന്ന് വെച്ച് ഞാൻ ചെന്നപ്പോഴത്തേക്കും വിഷ്ണുവിനോട് വെച്ചിട്ടുണ്ട്. അപ്പൊ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ചാവടിക്കാന്ന് പറഞ്ഞ് ഫുഡ് കോർട്ടിൽ പോയപ്പോഴത്തേക്കും ആ സമയത്ത് ഒരു 5 പേരെങ്കിലും വന്നിട്ടുണ്ടാവും സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത്. ഞാൻ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ എല്ലാവരും തെരുവ് പറയുന്ന വിഷ്ണുവിനെ ആൾക്കാർ സെൽഫി എടുത്തിട്ട് അവരുടെ പ്രൊഫൈൽ പിക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ ഇട്ട് ഇടാൻ വേണ്ടിയിട്ട് അത്രത്തോളം ആയിട്ടുണ്ട് ആശാൻ. മൊത്തം നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ തന്നെ അവൻ്റെ എവിടെയെങ്കിലും എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10-20% അവൻ എത്തിയിട്ടുണ്ട്. ബാക്കി എത്തുവൻ കലാകാരനാണ് അവൻ. എല്ലാവരും കഷ്ടപ്പെട്ടിട്ടൊക്കെ. അതെ.